ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ രാവിലെ കുറച്ച് ലേറ്റായിരുന്നു ഉറക്കം എണീച്ചപ്പം 8 മണിയായി. എന്നിട്ട് എന്താ പറയുക, നമ്മുടെ പ്രഭാത പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ പുട്ടുണ്ടാക്കി. പിന്നെ ഇന്നലത്തെ കുറച്ച് കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു, അത് ചൂടാക്കി. പിന്നെ കട്ടൻ ചായ, സ്ഥിരം നമ്മുടെ വീട്ടിൽ മോർണിംഗ് കട്ടൻ ചായ. പാൽ കുടിക്കാന്ന് വെച്ചാൽ കഫക്കെട്ടുണ്ടാവും, അതുകൊണ്ട് ഞങ്ങൾ പാലത് ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. എനിക്ക് മൂന്നിന് കഫക്കെട്ട് പെട്ടെന്ന് വരും. പിന്നെ വേദം ഉറക്കം എണീച്ചിട്ടില്ല, ഉറങ്ങാണ്. മൂന്നിസ് ഷോപ്പിൽ പോയി, ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോയി. പിന്നെ ഇന്നലെ ആണെങ്കിൽ കുറേ കമൻസുകൾ വന്നു. അതിൽ ഒരു കമൻസാണ് ഞാനും മറുപടി പറയാനുള്ളത്. ഇതുപോലൊരു ഏറ്റുപറച്ചിൽ രേണുസുധിയുടെ കാര്യത്തിലും വരും എന്നൊരു മെസ്സേജ് എനിക്കുണ്ടായിരുന്നു. അതയച്ച സഹോദരൻ്റെ സഹോദരിക്കും പറയണം, ഞാൻ രേണുസുധീൻ്റെ കാര്യത്തിൽ ഏറ്റുപറച്ചിൽ, എനിക്ക് ആ സ്ത്രീയെ ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. കാരണം അവരൊരു വിധവയായ സ്ത്രീയാണ്. അന്നേരം അവർ ചെയ്യുന്ന ചിലപ്പോൾ അവരുടെ മകനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ജോലികളായിരിക്കും അവർ ചെയ്യുന്നത്. അവർ ഫ്രോഡാണെന്നൊന്നും എനിക്കൊരിക്കലും അറിയില്ല കേട്ടോ, ഉള്ള സത്യം പറയണം. കാരണം നമ്മളെല്ലാവരും സുധിയുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഒരു സാധാരണ രീതിയിൽ ജീവിച്ചിരുന്നൊരു സ്ത്രീയാണ്. പിന്നെ എല്ലാ ആൾക്കാരും അങ്ങനെയല്ലേ, വലിയൊരു ബിഗ് പ്ലാറ്റ്ഫോമായ നമ്മുടെ എന്താ പറയുക, ബിഗ് ബോസിലോട്ട് പോകുമ്പം അതിൽ കുറച്ച് ആൾക്കാർ ഇവരെ പിന്നാലെ PR വർക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ നടക്കുമല്ലോ. പിന്നെ കുറേ ഫോട്ടോഷൂട്ടും കുറേ ഡ്രസ്സിൻ്റെയും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഷോർട്ട് ഫിലിം, പിന്നെ ഏതൊരു മൂവി ചെയ്തു എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചൊന്നും എനിക്ക് വ്യക്തമായ ധാരണകളുമില്ല. പിന്നെ ഞാൻ ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ, ആ സ്ത്രീ അത്ര കഷ്ടപ്പെട്ടാണ് അവരുടെ മകനെ വളർത്തുന്നത്. അന്നേരം നാളൊരു സമയത്ത് ഞാനും ഒത്തിരി കഷ്ടപ്പെട്ടാണ് എൻ്റെ മകളെ വളർത്തിയത്. അന്നേരം അതിൻ്റെ പിന്നിൽ കഥയുണ്ടോ കാര്യമുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ രേണുസുധിയുടെ കാര്യത്തിൽ. പിന്നെ ഏതൊരു സ്ത്രീയും കഷ്ടപ്പെടുന്നതിൻ്റെ പുറത്തൊരു പിന്നിലൊരു കഥയുണ്ട്. അതത്ര തമാശയായിട്ട് കാണാൻ കൊള്ളാവുന്നൊരു കാര്യമല്ല. കാരണം അവരൊത്തിരി അനുഭവിക്കും. എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. അവർ ജീവിതത്തിൽ ഞാനൊക്കെ ഒത്തിരി അനുഭവിച്ച സ്ത്രീയാണ്. കാരണം ആരെയും പറ്റിച്ചിട്ടില്ല, ഉള്ള സത്യം പറയാം. ആരെയും പറ്റിക്കുക, ആരുടെ പൈസ മേടിച്ച് കഴിച്ചിട്ടുമില്ല, കഷ്ടപ്പെട്ട് തന്നെ ജീവിച്ചിട്ടുള്ളത്. പിന്നെ ഞാനൊക്കെ കാരണം അന്നിപ്പോൾ ആലോചിക്കുന്നു, ഞാനൊക്കെ ആയ സമയത്ത് ഇങ്ങനൊന്നും ഒരു സോഷ്യൽ മീഡിയ ഇല്ലാഞ്ഞത് ഭാഗ്യം. ഇല്ലെങ്കിൽ ആൾക്കാർ ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ വന്നിരുന്ന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നെയായിരുന്നു, ഓരോന്ന് പറഞ്ഞു തന്നെയായിരുന്നു. അന്നേരം ഞാൻ പറയാണ്, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ആ ഹസ്ബൻഡ് മരിച്ചൊരു സ്ത്രീ എന്നുള്ള നിലവാരത്തിലാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അവർ വീഡിയോ ചെയ്യുന്നതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളേ അല്ല. കാരണം അവർ അത്ര ഒരു ഇതായ സ്ത്രീയാണെന്ന് എനിക്ക് ഫീലായിട്ടില്ല. കാരണം അവർ എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. പിന്നെ അവർക്ക് ചുറ്റും കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു PR വർക്കാണുള്ളത്, പറയാറ് ഇതെല്ലാം ഒരു PR വർക്കാണ്. ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ചെയ്തു കൂട്ടുന്ന PR വർക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഡോക്ടർ റോബിൻ, പുള്ളിക്ക് എന്തെല്ലാം രീതിയിൽ ആൾക്കാർ PR വർക്ക് ചെയ്തു. അതുപോലെ അഖിൽമാരാർ, ഇവരൊക്കെ ഇന്ന് ഈ രീതിയിൽ ലെവലെത്തിയത് ഇവർ ബിഗ് ബോസിൽ ചെന്ന സമയത്ത് ഇവരെ പിന്നിലുള്ള ആൾക്കാർ അത്രയും കഷ്ടപ്പെട്ടും ചെയ്തിട്ടും ഒക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഷാലു പിയാടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരൊക്കെ PR വർക്ക് ചെയ്തിരുന്നു എന്നും അഖിൽമാരാർക്ക് വേണ്ടിയിട്ടും. ഇന്ന് അവരൊക്കെ ഈ സ്റ്റാൻഡിലെത്താൻ തന്നെ കാരണം ബിഗ് ബോസ് എന്നൊരു വലിയ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇല്ലെങ്കിൽ ഒരു അഖിൽമാരാരെ നമ്മൾ അറിയുകയൊന്നും ചെയ്യില്ല. ഇനിയിപ്പോൾ എത്ര വലിയ നേതാവാണെന്ന് അറിഞ്ഞാൽ പോലും എനിക്കൊന്നും ഒരിക്കലും അറിയില്ലായിരുന്നു, ഉള്ള സത്യം പറയുകയാണ്. ഞാൻ ബിഗ് ബോസിലൂടെയാണ് അഖിൽമാരാരെ അറിയുന്നത്. അഖിൽ എന്ന് പറഞ്ഞ വ്യക്തി ഏതാണെന്ന് ഞാൻ ഇതിന് മുമ്പ് അറിയില്ല, ബിഗ് ബോസ് വന്നതിന് ശേഷമാണ് അറിയുന്നത്. അതുപോലെയാണ് ഓരോരോ വ്യക്തികളും. ഈ ശോഭന എന്താ അവരുടെ പേര്, ശോഭയാണ്. അവരെയൊക്കെ നമ്മൾ അറിയുന്നത് ബിഗ് ബോസിൽ കൂടെ തന്നെയാണ്. നമുക്കറിയാത്ത എത്രയോ ആൾക്കാരാണ് ബിഗ് ബോസിൽ വരുന്നത്. അവരെല്ലാവരും പിന്നിലും ഓരോ കഥകളും കാര്യങ്ങളും ഉണ്ടല്ലോ. പിന്നെ എന്താ പറയുക, ഒരാൾ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ട്, അത്ര തന്നെ നമ്മൾ ചിന്തിക്കാൻ പറ്റും. അല്ലാതെ ഒരാളെയും മോശക്കാരായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ ഗിരിജയുടെ കാര്യം പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, അവരത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മുടെ ഇങ്ങനൊരു കാര്യം നടത്തിയിട്ട് ഈ സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോമിലും ഇവർ വന്നിട്ട് ഇവരെക്കുറിച്ച് പറയുകയും ഇവർ കുറേ അവാർഡുകൾ മേടിക്കുകയൊക്കെ ചെയ്തപ്പം നമ്മൾ സത്യസന്ധമായി നമ്മൾ വിചാരിച്ചു പോയി ഇവർക്ക് പിന്നിലൊന്നുമില്ല, ഇവർ നിഷ്കളങ്കതയായ ഒരു സ്ത്രീ എന്ന് വിചാരിച്ചു പോയി. അതിലൊരു തെറ്റ് പറ്റിയത് ഞാൻ പരസ്യമായിട്ട് അതിന് മാപ്പ് പറയുകയും ചെയ്തതാണ്.
അതിൽ എനിക്കിപ്പോഴും ഒരു കുറ്റബോധമില്ല. കാരണം ഞാൻ ആ മാപ്പ് പറഞ്ഞതിൽ. കാരണം ഞാനും ഒരു കുട്ടിയുടെ അമ്മയാണ്. അന്നേരം എൻ്റെ മകളെ ഒരാൾ ചതിയിൽ വീഴ്ത്തിയാൽ ഞാൻ സഹിക്കുമോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും. അതൊന്നും എനിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത രീതിയിലാണ്. അന്നേരം ഒരു ഏറ്റുപറച്ചിലല്ലായിരുന്നു രേണുസുധിയുടെ. മറ്റേതൊരു ഏറ്റുപറച്ചിലല്ല, അതൊരു ക്ഷമാർപ്പണമാണ്. കാരണം ചെയ്ത തെറ്റ് ഞാനത് നിങ്ങളിൽ തിരുത്തുകയാണ്. ഞാനതിലൊരു തെറ്റ് ചെയ്തതായി അല്ലെങ്കിൽ ആ ഒരു ഗ്യാങ്ങിൽ കൂടിയായിട്ട് എനിക്ക് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ ഞാൻ ആ ഒരു വേർഡ് പറഞ്ഞതിൽ, ഞാൻ അവരെക്കുറിച്ച് സപ്പോർട്ട് സംസാരിച്ചതിൽ മാത്രമാണ് ക്ഷമ ചോദിച്ചിരിക്കുന്നത്. അതെൻ്റെ കടമയാണ്. എൻ്റെ ആൾക്കാരോട് എൻ്റെ ക്ഷമ ഞാൻ പറയേണ്ടത് എൻ്റെ കടമയാണ്. പിന്നെ രേണുസുധി, അവരെക്കുറിച്ച് എനിക്കൊരു ആ ഒരു വ്യക്തി എന്ന് പറയുന്ന രീതിയിലാണ്, അവർ ഹസ്ബൻഡില്ലാത്തൊരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് ഞാൻ അവർക്കൊരു പരിഗണന കൊടുക്കുന്നത്. അല്ലാതെ വേറെ ഒരു രീതിയിലുമാണ്. അവർ വീഡിയോ ചെയ്യുകയോ, അവർ നാടകത്തിൽ അഭിനയിക്കുകയോ, സീരിയൽ ചെയ്യുകയോ, അല്ലെങ്കിൽ സിനിമ ചെയ്യുകയോ, ഷോർട്ട് മൂവി ചെയ്യുകയോ, ആൽബം ചെയ്യുകയോ, അതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫാണ്. അതിലൊന്നും എത്തി നോക്കാൻ ഞാൻ തയ്യാറുമല്ല. എനിക്ക് അവരോടുള്ള ഇത്, അവരെ മകനെ കഷ്ടപ്പെട്ട് വളർത്തുന്നു, പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരെ നോക്കുന്നു എന്നുള്ള രീതി മാത്രമാണ്. കാരണം സുധിയുടെ മൂത്ത മകനാണെങ്കിൽ അവരച്ഛൻ്റെ ഫാമിലിയുടെ കൂടെയും പിന്നെ ഏതൊരു ചാനലാണ് അവരെ പഠിപ്പിക്കുന്നത്. ആ കുട്ടിക്ക് അച്ഛനും ഇല്ല, അമ്മയില്ല. പക്ഷേ അതിനെ നോക്കാൻ ആൾക്കാരുണ്ട്. പക്ഷേ രേണുസുധിയുടെ ഈ കുട്ടിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ നഷ്ടപ്പെട്ടത്, അമ്മ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അന്നേരം ഒരു അമ്മയുടെ കടമയാണ് സ്വന്തം മക്കളെ നോക്കുക എന്നുള്ളത്. അത് ആ സ്ത്രീ നല്ല രീതിയിൽ നിർവഹിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ചിന്ത. ദൈവത്തിൻ്റെ കയ്യിൽ അറിയാം. പിന്നെ ഈ പ്രശ്നങ്ങളെല്ലാം നാളെ അവർ കല്യാണം കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. അതവർക്ക് വീണ്ടും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മളാരും അവരോട് കല്യാണം കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. തീർച്ചയായും രേണുസുധിക്ക് വീണ്ടും ഒരു വിവാഹം കഴിക്കുന്നതിൽ ഈ ലോകത്ത് നടക്കുന്ന ഒത്തിരി ആൾക്കാർ കല്യാണം കഴിക്കുന്ന സെക്കൻഡ് മാരേജ് ചെയ്യുന്നുണ്ട്. എന്നാൽ രേണുസുധിക്ക് പറ്റിയ ഒരാൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ രണ്ടാമതൊരു വിവാഹം കഴിക്കണം തന്നെയാണ് ഞാൻ പറയുന്നത്. അത് അവരൊന്ന് ആലോചിച്ചാൽ കൊള്ളാം. കാരണം ഇങ്ങനെ കുറേ നെഗറ്റീവ് കമൻസിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറും. അവരുടെ ജീവിതം സ്മൂത്തായിട്ട് പോകും, നല്ല രീതിയിൽ പോകും. കാരണം നമുക്കൊന്നും ഒരിക്കലും ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്നും നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീ എന്ന് പറയുന്ന നമുക്കൊരു വേർഡില്ലേ, അതുപോലെയാണ് സോഷ്യൽ മീഡിയയിലെ ഓരോ കാര്യങ്ങളും. നമ്മൾ ചില പിന്നെ മരണപ്പെട്ടിൽ ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീയാണ്. അത്രമാത്രം ചിന്തിച്ചാൽ മതി. അല്ലാതെ ഇതുകൊണ്ട് ജീവിതകാലം മൊത്തം ജീവിക്കാമെന്നൊരിക്കലും ചിന്തിക്കേണ്ട. ഇല്ലെങ്കിൽ വലിയ വലിയ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കണം. അത് ഇന്ന് നിലനിർത്തി പോകുന്ന രണ്ട് വ്യക്തികളേ ഉള്ളൂ ഇന്ന് ഈ ലോകത്ത്. നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്നത്, മലയാളികൾ അറിയപ്പെടുന്നത് ഒന്ന് മോഹൻലാലും ഒന്ന് മമ്മൂട്ടിയും. അവരാണ്. ഞാൻ ജനിച്ച കാലം മുതലേ ഈ രണ്ട് വ്യക്തികളെ ഞാൻ കാണുന്നതാണ്. അതിന് മുമ്പേ അവർ ഫീൽഡിലുള്ളവരാണ്. കാരണം ഞാനെൻ്റെ സിസ്റ്റർ മോഹൻലാലും, ഞാൻ മോഹൻലാലും അവൾ മമ്മൂട്ടിയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും ഭാര്യയും പറയും കുഞ്ഞിൽ അടികൂടിയിട്ടുണ്ട്. അന്നേരം ഇതൊക്കെയാണ് ഓരോ മനുഷ്യരുടെ ജീവിതവും ചിന്താഗതികളും കാര്യങ്ങളും. നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ഇല്ലെങ്കിൽ എത്രത്തോളം സന്തോഷമായിട്ടിരിക്കുക, അത്രേ പറ്റൂ. അല്ലാതെ നമുക്ക് ആരുടെയും ജീവിതം ഒന്നും നിർണ്ണയിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. ഒരു റിലേഷനിലും ഒരു ബന്ധത്തിലും, ഈവൺ അച്ഛനമ്മ ബന്ധം, ഇല്ലെങ്കിൽ അമ്മ മകൾ ബന്ധം, അല്ലെങ്കിൽ അമ്മ മകൻ ബന്ധം, ഈ ലോകത്ത് ഒരു ബന്ധങ്ങളും നമുക്ക് നിർണയിച്ച് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. അത് അനുഭവസ്ഥയായ ഒരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. കാലം കഴിയും തോറും നമ്മുടെ വസ്ത്രങ്ങളും നിറങ്ങളും മാറുന്ന കണക്കും മനുഷ്യൻ്റെ ക്യാരക്ടർ മാറിക്കൊണ്ടേയിരിക്കും. അത് ഓരോ രീതി അനുസരിച്ച് അങ്ങനെയാണ് ഭൂമിയിൽ ഓരോ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ച് വിട്ടിരിക്കുന്ന ആ മെത്തേഡിലാണ്. കാരണം ഇന്ന് ഒരാൾക്ക് പെട്ടെന്നൊരു പണം ഉണ്ടാകുമ്പം അയാൾ പാടെ അങ്ങ് മാറും. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ട് പല ആൾക്കാരെയും പാടെ അങ്ങ് മാറും. ചില ആൾക്കാർ ഫേമിന് വേണ്ടിയിട്ട് അവർ പാടെ അങ്ങ് മാറും. ചില ആൾക്കാർ ഒന്നിനും വേണ്ട, ചുമ്മാ അതങ്ങ് മാറും. അതാണ് ലോകം. മനുഷ്യർക്ക് ഓരോരോ നിമിഷവും ഓരോരോ രീതികളിൽ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അനുഭവമാണ് പല മനുഷ്യരുടെയും പാഠപുസ്തകം. അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാനുള്ളൊരു വേർഡാണ്. അനുഭവമാണ് ഓരോ മനുഷ്യരുടെയും പാഠപുസ്തകം. എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ പാഠപുസ്തകം. അല്ലാതെ എന്താ പറയുക, ജീവിതത്തിൽ ഞാൻ കുറേ മനുഷ്യരെയും കുറേ അനുഭവങ്ങളും ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പം ഞാൻ
ഓരോ ആൾക്കാരെക്കുറിച്ചും ആലോചിക്കാറുണ്ട്. എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ, എന്നെ പറഞ്ഞ വാക്കുകൾ, ഇപ്പോൾ അവരെന്നെ കാണുമ്പോൾ ചിരിച്ച് കാണിക്കുന്നത് എല്ലാം. ഞാൻ കേൾക്കാൻ കൊള്ളാത്ത പല വേടുകളും പല കാര്യങ്ങളും ലൈഫിൽ കേട്ടറിഞ്ഞ് ജീവിച്ച് ഇവിടം വരെ എത്തി നിൽക്കുന്ന ഒരാളാണ്. കാരണം നല്ല അനുഭവങ്ങളൊന്നും ലൈഫിലില്ല, ഉള്ളത് പറയാമല്ല. പിന്നെ ഒരിക്കലും നമ്മളെ ദ്രോഹിക്കില്ല എന്ന് വിചാരിച്ച ആൾക്കാർ വരെ ദ്രോഹിച്ചിട്ടുണ്ട്, പ്രക്ഷോഭിച്ചിട്ടുണ്ട് പല രീതിയിൽ. അത് ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. ആർക്കൊരു പ്രശ്നം കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്തിനാണ് നമ്മളായിട്ട് ചെന്ന് അങ്ങോട്ട് ചെന്ന് അടുത്ത പണിയും കൂടെ മേടിക്കുന്നത്? അതുകൊണ്ടാണ് ഒന്നും പറയാത്തത്. പിന്നെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ചിന്തിക്കുമല്ലോ, അവരിങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, മറ്റേവരിങ്ങനെയാണ്. പക്ഷെ നമ്മളെങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നിമിഷമെങ്കിലും ഇല്ല, ചിന്തിക്കില്ല, ആരും ചിന്തിക്കില്ല. നമ്മളെങ്ങനെയാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല. ചിന്തിക്കണം. കാരണം നമ്മൾ ജീവിതത്തിൽ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ, ആരെങ്കിലും ദോഷം പറയുന്നുണ്ടോ, ആരെങ്കിലും ജീവിതം നശിപ്പിക്കാനായിട്ട് കൂട്ടു നിൽക്കുന്നുണ്ടോ? ഒന്നുമില്ല, ഒരിക്കലും ഞാൻ ചെയ്യാറില്ല. അന്ന് തന്നെ ഞാൻ പറഞ്ഞ എൻ്റെ മകളുടെ പാർട്ട്ണർ വിളിച്ചിട്ട് ഞാൻ അവരെ ജീവിതം നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഒരിക്കലും ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല. ജീവിതം ഒരാളുടെ നശിപ്പിക്കാൻ കൂട്ടു നിൽക്കില്ല. കാരണം അവൾക്ക് അവരുടെ ഇഷ്ടമാണെങ്കിൽ അവരുടെ ലൈഫിൽ പിന്നെ സഹിക്കാൻ പറ്റത്തില്ല. സ്വന്തം മകളാണ് ഒരു വഴിയിലോട്ട് പോകുമ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ് ഏതൊരമ്മയ്ക്കും ഉണ്ടാകും, നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഫീലിങ്സ് എനിക്ക് ഇന്നുമുണ്ട്, എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഉറക്കം എണിച്ചിരിക്കുമെങ്കിൽ പോലും മനസ്സിൽ പേടിയുണ്ട്, അവൾ പോകുമോ. കാരണം ആ വ്യക്തി അവളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നില്ല. അതെനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അന്നേരം പോകുമോ എന്നുള്ള പേടിയുണ്ട്. പോയാൽ ബാക്കി അവരുടെ ജീവിതം. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നിങ്ങളോട് ഒന്ന് പറയാനേ പറ്റൂ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയൊക്കെ അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്, പാഠങ്ങളാണ്. അപ്പം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ജോലിക്ക് പോകാനോ തിരക്കിലൊക്കെ ആണെന്നറിയാം. പിന്നെ ഇന്നലെ ഞാൻ ബിന്ദുവിനോട് സംസാരിച്ചിരുന്നു. ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു ലേഡി, ഉറപ്പിച്ച് പറയാം. കാരണം നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് സിസ്റ്ററായിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മുൻജന്മത്തിൽ നമ്മുടെ ആരോ ആയിരുന്നു എന്നുള്ളൊരു ഫീൽ വന്നു ആ പുള്ളിക്കാരോട് സംസാരിച്ചപ്പം. എനിക്ക് ഒത്തിരി ഇഷ്ടമായി, ഒത്തിരി ബഹുമാനം തോന്നി. കാരണം നമ്മളോട് ഇത്ര സ്നേഹം കാണിക്കുക, അല്ലെങ്കിൽ സങ്കടം വരുന്നുണ്ട് കേട്ടോ, നമ്മളോട് സ്നേഹം കാണിക്കുമ്പോൾ ഒരു പരിചയവും ഇല്ലാതെ നമ്മളെ വിളിക്കുക, നമ്മൾ വിളിക്കുന്ന കാത്തിരിക്കാനൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗ് വല്ലാത്തതാണ്. കാരണം നമുക്കപ്പോൾ ഒരു ഫീലാവും, നമ്മളിങ്ങനെ ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടല്ലോ, നമ്മളെ കാത്തിരിക്കുന്നുണ്ടല്ലോ. പറയാൻ പറ്റാത്തൊരു സന്തോഷവും സ്നേഹവും എനിക്ക് തോന്നിയ അവരോട്. കാരണം ആരൊക്കെയാണ് മുൻജന്മത്തിൽ എൻ്റെ ആരോ ആയിരുന്നു എന്നുള്ളൊരു ഫീല്. എനിവേ ആ ബന്ധം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എൻ്റെ വശത്തുനിന്ന് ഒരിക്കലും ഒരു മിസ്റ്റേക്ക് വരത്തില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളെ അല്ല. കാരണം ഈ 5 വിരലെണ്ണാവുന്ന ആൾക്കാർ പോലും എനിക്ക് ഫ്രണ്ട്സായിട്ടില്ല. പിന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള നിങ്ങളാണ്. അതെൻ്റെ ഫ്രണ്ട്സല്ല, എൻ്റെ ഫാമിലിയാണ് നിങ്ങളെല്ലാവരും. ഇതിലുള്ള ഓരോ ആൾക്കാരും എൻ്റെ ഫാമിലിയാണ്. അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. ഇപ്പോൾ വീണ്ടും രാവിലെ പണി തുടങ്ങിയിട്ടുണ്ട്, ഒരു തലവേദനയാണ്. കാരണം ഇതിപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 2 മാസമാണ്. ഞാൻ വരുന്നതിന് മുമ്പേ അവിടെ പണി തുടങ്ങിയതാണ് ഇപ്പോൾ താഴത്തെ ആൾക്കാരൊക്കെ പറയുന്നത്. ഒരു 6:30 മുതലേ അങ്ങ് തുടങ്ങും ഇങ്ങനെയുള്ള സൗണ്ട്. നിങ്ങൾ ഒരു ഡോറ് ക്ലോസ് ചെയ്യില്ല, നമ്മൾ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. ഈ ഡോറ് ക്ലോസ് ചെയ്യുക, അവരുടെ ഡോറ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ശബ്ദം പുറത്തോട്ട് വരത്തില്ല. ഇത് ഭയങ്കര ശബ്ദമാണ് വരുന്നത്, അൺസൈക്കബിൾ. എത്ര ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും ഈ ടൈമൊക്കെ? ആരും എഴുന്നേൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ വീഡിയോ പുറത്തോട്ടിടാൻ 10-10:30 ആവും കേട്ടോ, ഉള്ളത് പറയാം. ഞാൻ ഇപ്പോൾ എടുക്കുന്ന രാവിലെയാണ്. അത് ഇത്രയും രാവിലെ ഈ ഒരു സൗണ്ട് കേൾക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ്. അത്തരം ഇത് അൺസൈക്കബിളാണ്. കാരണം ഇതിൻ്റെയൊക്കെ നമുക്ക് തലയ്ക്കും ഭയങ്കര പ്രശ്നമുണ്ടാകും. ഇതിങ്ങനെ 24 hours കേട്ടുകൊണ്ടിരിക്കുക. ഇനി കുറേ ഫ്ലാറ്റിലൂടെ ഒഴിഞ്ഞ് കിടപ്പുണ്ട്. പക്ഷേ ഈ ഫ്ലോറിൽ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് സമാധാന സ്വസ്ഥം അത് കഴിയും. പിന്നെ എന്താ പറയുക, നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ മേടിച്ചിട്ടിരുന്ന ഫ്ലാറ്റിൽ അവർക്ക് സമയം വരുന്ന സമയത്ത് അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ത് പറയാനാണ്. പക്ഷേ താഴത്തെ ആൾക്കാർ നല്ല ഫൈറ്റായിരുന്നു ഇവിടെ, അയ്യോ ഒന്നും പറയണ്ട.
ആ പണിക്കാരെയാണ് മൊത്തം പറഞ്ഞിട്ട് പോയത്. ഇത് ഈ ആൾക്കാർ കോൺട്രാക്റ്റ് എടുത്ത് ഡെയിലി വേക്കൻസി ആണെന്ന് എനിക്കറിയില്ല എങ്ങനെ ഈ പണി നടക്കുന്നതെന്ന്. എനിവേ എന്തിരുന്നാലും എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ ഫാമിലിയും സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.